എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സോയ ചങ്ക്സാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, 2 തക്കാളി, പിന്നെ ലേശം പെരിഞ്ചീരകം ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക മിക്സിയിൽ. അങ്ങനെ മിക്സിയിലെ ജാറിലേക്ക് ലേശം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയ ചങ്ക്സ് കറി വയ്ക്കാം. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 3 സവാള ചെറുതാക്കി അരിഞ്ഞത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ സബോള പെട്ടെന്ന് വാടി വരും. സബോള വാടി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, തക്കാളിയുടെ പേസ്റ്റ് ഇതിലൊഴിച്ച് കൊടുത്ത് എണ്ണ തെളിയുന്നത് വരെ ചൂടുവെള്ളത്തിലിട്ട സോയ ചങ്ക്സ് നമ്മൾ 2-3 പ്രാവശ്യം കഴുകി ഇതേപോലെ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കുക. കണ്ട ഒരു പതിയില്ലാണ്ട് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. പിന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു ടീസ്പൂൺ മുളകും പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകും പൊടി ചേർക്കാം. കുറച്ച് കുരുമുളകും പൊടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഒക്കെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കാം. ആ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. പേസ്റ്റ് മുഴുവനും ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലോണം മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലക്കൂട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ സോയ ചങ്ക്സ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ട് സോയ ചങ്ക്സിലേക്ക് നല്ലോണം പരട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടാവും. അല്ലാന്ന് വെച്ചെങ്കിൽ ഒരു ചെറിയ കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് ചെറുതീയിൽ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതീയിലിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് കറി റെഡിയായി. നോക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ട് സോയ ചങ്ക്സുമേ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ്റെ കൂടിയോ അപ്പത്തിൻ്റെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മണം ഉണ്ടാവില്ല. സോയ ചങ്ക്സിനൊരു മണം ഉണ്ടല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.